ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കുക്കറിൽ ചെയ്യാവുന്ന ഒരു സോഫ്റ്റ് കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 1 കപ്പ് ചോറ് കൊണ്ട് കുക്കറിൽ നല്ല സോഫ്റ്റ് കലത്തപ്പം ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ്. ബാക്കി വന്ന ചോറ് കൊണ്ട് ഇനി എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പണ്ട് കാലം തൊട്ട് തന്നെ നമ്മുടെ നാട്ടിൽ വീടുകളിൽ സ്ഥിരമായി അമ്മമാർ ഉണ്ടാക്കി തന്ന പലഹാരങ്ങളിൽ ഒന്നാണ് ഈ കലത്തപ്പം. അരി കുതിർത്തി അരച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ കലത്തപ്പം ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ശർക്കര 1/4 കിലോ, 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ, ഈ പാത്രത്തിൽ 2 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് അരിമാവ്, നല്ല നേർത്ത അരിമാവ്, 2 ചുവന്നുള്ളി. എനിക്ക് ചുവന്നുള്ളി അധികം ഇടണം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് 2 അല്ലി ഇട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതലിടാം. അണ്ടിപ്പരിപ്പ്, ഏലക്ക, 5-6 ഏലക്ക, പിന്നെ ഉണക്കമുന്തിരിങ്ങ. ഇത്രയുമാണ് ആവശ്യം. എടുത്തു വെച്ച ശർക്കര 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് പാനിയാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഓഫ് ചെയ്യുക. അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇവിടെ ജാറിൽ ചോറും പച്ചരിയുടെ മാവ് 4 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരി വേണമെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ അരിമാവ് ചേർക്കണ്ട. 2 കപ്പ് അരിമാവും ചോറും തേങ്ങയും ഇട്ട് നല്ലവണ്ണം കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഈ കപ്പിൽ 2 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആയിപ്പോകരുത്. ഞാനിപ്പോൾ അര കപ്പ് വെള്ളം ചേർത്താണ് ഇപ്പോൾ അരക്കാൻ പോകുന്നത്. വേണമെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇത് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ കലത്തപ്പം റെഡി ആവില്ല കേട്ടോ. അതുകൊണ്ട് നല്ല പഞ്ഞി പോലെ അരച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി അടച്ചു വച്ചിരിക്കുന്നു കുറച്ച് നേരം. ഇനി ചൂടോടെ തന്നെ ആ ശർക്കര കാച്ചിയ പാവ് ചൂടോടെ തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ നല്ലപോലെ കലക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോവും. നല്ലപോലെ കലക്കി ഇരിക്കണം. അതിന് ശേഷം മധുരം ക്രമീകരിക്കുന്നതിന് വേണ്ടി 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം കലക്കിയെടുക്കും. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കോരി മാറ്റാം. രണ്ടും കൂടി ചേർത്തങ്ങ് ഇട്ടാലും കുഴപ്പമില്ല, കുറച്ചല്ലേ ഒഴിച്ചു. വറുത്തതിന് ശേഷം ഇത് കോരി മാറ്റാം. അതിനുശേഷം
ചുവന്നുള്ളി അരിഞ്ഞത് പൊരിച്ചെടുക്കാം. ചുവന്നുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. എനിക്കും വലിയ ഇഷ്ടമില്ല, എന്നാലും ഒരു മണത്തിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. നല്ലപോലെ പൊരിച്ചെടുക്കണം. ഈ സമയത്ത് സ്റ്റൗ നല്ല കൂട്ടിയാണ് വെക്കേണ്ടത്. ഇനി ഈ മാവിൻ്റെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും എല്ലാം ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് 10 മിനിറ്റ് ആവി കയറ്റാനായി എടുത്ത് വെക്കുക. ഞാനൊരു ദോശക്കല്ല് ചൂടായി അതിൻ്റെ മീതെ വെച്ചിട്ടുണ്ട്. ഇന്നൊരു 10 മിനിറ്റ് ഇനി അതങ്ങനെ ഇരിക്കും. അത് വെച്ചതിന് ശേഷം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതങ്ങനെ ഓഫ് ചെയ്ത് ചൂട് പ്രഷർ ആവിയെല്ലാം മാറുന്നത് വരെ അങ്ങനെ വെച്ചേക്കുക. ചൂടാറി കഴിയുമ്പോൾ ഞാനിത് എടുത്ത് കാണിച്ചു തരാം. ആവിയെല്ലാം പ്രഷറൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. ഓണാക്കാം. നല്ല ഉഷാറ്, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കണം, കേക്ക് പോലെ ഇരിക്കുന്ന കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ അത് മാറ്റാം. ഒരു പാത്രം എടുത്ത് അത് തട്ടി നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കണ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാവരും ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. വേണ്ടി ഞാൻ ചെയ്തതാണ് കിണ്ണത്തപ്പം. ഇത് കിണ്ണത്തപ്പം അല്ല, കലത്തപ്പം.